ജ്ഞാനശാലയ്ക്ക് തസ്മൈ ശ്രീ നമോ വിഷ്ണുദേവായ കൃഷ്ണകൃഷ്ണായ ഗൗരി ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി നാമിനി നമസ്തേ സരസ്വതി ദേവിയും ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശ ശ്രീ ഗൗരഭക്തരുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി. എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ ചൈതന്യ ചരിതാമൃത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരങ്ങളുടെയും പ്രണമിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരങ്ങളുടെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെടുക്കുന്ന ശ്ലോകം ശ്രീമദ് ചൈതന്യ ചരിതാമൃത ആദ്യ ലീല അധ്യായം 7 ശ്ലോകം 127. നമുക്ക് കീർത്തനം ചെയ്തിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും എത്തിയിട്ടുള്ളൂ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാം 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാം 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാം 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാം 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 ഹരേ. ജയ ഗോര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. ജയ ഗോര ഹരി ബോൾ ജയ ഗോര. ശ്രീ ചൈതന്യ ചരിതാമൃത ആദ്യ ലീല അധ്യായം 7 ശ്ലോകം 127. ശ്ലോകം 127. പ്രാകൃത വസ്തുതയതി അചിന്ത ശക്തി ഹയ ഈ ശരീര അചിന്ത ശക്തി ഇതക്കി വിസ്മയ. പ്രാകൃത വസ്തുതയതി അചിന്ത ശക്തി ഹയ ഈ ശരീര അചിന്ത ശക്തി ഇതക്കി വിസ്മയ. പ്രാകൃത വസ്തുതയതി അചിന്ത ശക്തി ഹായ ഈ ശരീരേ അചിന്ത ശക്തി ഇതക്കി വിസ്മയ. വിവർത്തനം. ഭൗതിക വസ്തുക്കളിൽ പോലും ഇത്രമാത്രം അചിന്ത ശക്തി അടങ്ങിയിരിക്കവേ ഈശ്വരന്റെ അചിന്ത ശക്തിയിൽ നാം എന്തുകൊണ്ട് വിശ്വസിക്കുക? അതിന്റെ വേർഡ്സ് ബൈ മീനിങ്. പ്രാകൃത വസ്തുത ഭൗതിക വസ്തുക്കളിൽ യതി എങ്കിൽ അചിന്ത്യ ശക്തി അചിന്ത ശക്തി ഹയ സാധ്യമാകുക ഈശ്വരന്റെ അചിന്ത ശക്തി അചിന്തനീയ ശക്തി ഇതിൽ ഈ എന്ത് വിസ്മയ ആശ്ചര്യം. ഭൗതിക വസ്തുക്കളിൽ പോലും ഇത്രമാത്രം അചിന്ത ശക്തി അടങ്ങിയിരിക്കവേ ഈശ്വരന്റെ അചിന്ത ശക്തിയിൽ നാം എന്തുകൊണ്ട് വിശ്വസിക്കുക? അർത്ഥം ഈ ശ്ലോകത്തിൽ മഹാപ്രഭുവിന്റെ വിവരണം ഒരു സാധാരണക്കാരനെ പോലും അനായാസം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മരണാതീത കാലം മുതൽക്ക് അളവറ്റ താപവും പ്രകാശവും പ്രദാനം ചെയ്യുന്നുവെങ്കിലും സൂര്യനെ തന്റെ ശക്തിയിൽ അല്പം പോലും കുറവ് സംഭവിക്കുന്നു. സൂര്യപ്രകാശത്താണ് നിത്യവിസ്താരം നിലനിൽക്കുന്നത്. ഇത് ആധുനിക ശാസ്ത്രം പോലും വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ താളാത്മക സ്പന്ദനം നിലനിൽക്കുന്ന സൂര്യപ്രകാശത്തിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും മൂലമാണെന്ന് ഒരുവിന് പ്രത്യക്ഷത്തിൽ കാണാനും കഴിയും. സസ്യങ്ങളുടെ വളർച്ചയും ഗ്രഹങ്ങളുടെ ഭ്രമണം പോലും സൂര്യപ്രകാശവും താപവും നിമിത്തമാണ് സംഭവിക്കുന്നത്.
പരമപുരുഷന്റെ ആജ്ഞാവാഹിയായ ഒരു മാധ്യമം മാത്രമാണ് സൂര്യൻ എന്ന് മനസ്സിലാക്കാത്ത ആധുനിക ശാസ്ത്രജ്ഞർ ചിലപ്പോൾ സൂര്യനെ സൃഷ്ടിയുടെ മൂലകാരണമായി കരുതും. എന്നാൽ സൂര്യനും പരമദിവസപുരുഷന്റെ പരാശക്തിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. സൂര്യൻ, ചിന്താമണി, രത്നം എന്നിവയെ കൂടാതെ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ശക്തികളെ മാത്രം രൂപാന്തരപ്പെടുന്ന പല ഭൗതിക വസ്തുക്കൾ നമുക്ക് ദൃഷ്ടിഗോചരമാണ്. അതിനാൽ തന്റെ അനന്ത ശക്തികളുടെ അത്ഭുതാവഹങ്ങളായ പരിണാമം കാരണം ശക്തികളുടെ ആദിമ സ്രോതസ്സായ പരമദിവസം പുരുഷന് മാറ്റത്തിന് വിധേയനാകാൻ എന്ന് നിർബന്ധമില്ല. മാറ്റത്തിന് വിധേയനാകണം എന്ന് നിർബന്ധമില്ല. ഇതൊരു വലിയ പർപ്പോട്ടാണ്. ഇതില് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു ഈ മായാവാദി സന്യാസിമാരുമായിട്ടുള്ള വിവാദമാണ്. അപ്പൊ ഇതില് മഹാപ്രഭു ഇവിടെ ഈ ശങ്കര ഭാഷ്യം ആ മായ സിദ്ധാന്തത്തെ തൻ്റെ അതായത് ആധ്യാത്മിക തലത്തിൽ അതിനെ ഉത്കർഷിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശങ്കരാചാര്യർ അയാളും അദ്ദേഹമാണ് മായാവാദത്തിന്റെ പിതാവ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സന്യാസിമാരും അവരിൽ പെട്ടവരാണ്, ഈ മായാവാദ സ്ഥാനത്തിൽ പെട്ടവരാണ്. അപ്പൊ അവര് അതായത് ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇത്, അതായത് ഭഗവാൻ, അതായത് ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞ മഹാവദന്യായ, അതായത് നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായനെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൂഢദേശനാണ്. അതായത് ചൈതന്യ മഹാപ്രഭു, ഗൗരംഗ മഹാപ്രഭു എല്ലാ അവതാരങ്ങൾ വെച്ചും മോസ്റ്റ് മാഗ്നിഫിസന്റ് അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. കാരണം അദ്ദേഹത്തിന്റെ അത്രയും അതായത് പതിത ആത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരു അവതാരത്തിൽ ഇത്രയും കാരുണ്യം ചെരിഞ്ഞ ഒരു അവതാരമില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ മായാപ്രദേശത്തിനെ അവരെയും കൃഷ്ണബോധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ വിജ്ഞാനപ്രദമായ രീതിയിൽ അവരെ അത് കൺവിൻസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത് 127-ാമത്തെ, അല്ല ഭൗതിക വസ്തുക്കളിൽ പോലും ഇത്രമാത്രം അചിന്ത ശക്തികൾ അടങ്ങിയിരിക്കവേ ഈശ്വരന്റെ അചിന്ത ശക്തിയിൽ നാം നിന്നു. ഭഗവാന്റെ സൃഷ്ടിയിലെ ഓരോ സൃഷ്ടിയിലും ഇത്രയും ശക്തിയുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞ സൂര്യന്റെ കാര്യം നമുക്കറിയാം. ബ്രഹ്മസംഹിതയിലും ഇത് ബ്രഹ്മദേവൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സകലാഗ്രഹാണ രാജ സമസ്ത സ്ഥിത മൂർത്തി ഗോവിന്ദമാദിപിന്ന പുരുഷൻ സമൂഹം ഭജാമി. അതിനകത്ത് പറയുന്നത് സഹിത പ്രമാണം രാജ സമസ്ത സ്ഥിര മൂർത്തി അശേഷ മൂർത്തി. അതായത് സൂര്യനും ചന്ദ്രനും പോലും ഭഗവാന്റെ ആജ്ഞയനുസരിച്ചാണ് ശ്രമിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ബ്രഹ്മസംഹിതയിൽ പോലും ബ്രഹ്മദേവൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ, അല്ലെങ്കിൽ എന്താണ്, ഭഗവാന്റെ രണ്ട് കണ്ണുകളാണ് ഏത് സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഭഗവാന്റെ രണ്ട് എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് ഇത്രയും ശക്തികൾ ഉണ്ടെങ്കിൽ ആ ഭഗവാന്റെ ശക്തിയെ പറ്റി എന്ത് കൊണ്ട് നമ്മൾ വിശ്വസിച്ചുകൂടാ? അതാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭൗതിക പ്രകൃതി സൂര്യനെ എല്ലാ ദിവസവും എന്നും നമ്മൾ കാണുന്നു. അപ്പൊ ആ സൂര്യന്റെ ഒരു സൃഷ്ടിയിൽ കൂടി തന്നെ ഭഗവാൻ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യും. നമ്മളെല്ലാം ഇതിനകത്ത് പ്രഭാത് പറയുന്നത് ആ സൂര്യന്റെ ശക്തി കൊണ്ടാണ് ഈ ഗ്രഹങ്ങള് ഭ്രമണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളൊക്കെ ജീവിക്കുന്നത് വളരുന്നതൊക്കെ അതിന്റെ ഊർജ്ജം ലഭിക്കുന്നതെല്ലാം സൂര്യനിൽ നിന്നാണ് പറയുന്നത്. ഈവൻ സയന്റിസ്റ്റുകൾ പോലും ഇതൊന്നും നിഷേധിച്ചിട്ടില്ല. അവർ പറയുന്നത് എന്താണ്? സൂര്യനാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്സാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം
ഭഗവാന്റെ ഒരു സൃഷ്ടിയിൽ ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ അതാണ് ചൈതന്യ മഹാപ്രഭുവിനെ കൺവിൻസ് ചെയ്യുക. അതാണ് സാധാരണ ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ചൈതന്യ മഹാപ്രഭുവിടെ തന്റെ തത്വങ്ങളെ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഏവർക്കും മനസ്സിലാകുന്ന രീതി, വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ആൾക്കാരെ മനസ്സിലാകുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. ആരെയും കൺഫ്യൂസ് ചെയ്യാതെ യഥാരൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഏതൊരുക്കും ഇത് കേൾക്കുന്ന ഏത് വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. അപ്പൊ സൂര്യന്റെ ഒരു ശക്തി ഉണ്ട്, അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിരുന്നു ഭൗതിക ലോകത്തിൽ സൃഷ്ടിയായ സൂര്യന്റെ ഒരു ശക്തി കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. പിന്നെ അതിന്റെയും സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാന്റെ ശക്തിയിൽ എന്തുകൊണ്ട് വിശ്വസിച്ചു? അതൊരു ചോദ്യമാണ്. ചൈതന്യ മഹാപ്രഭു ഈ മായാവാദി സന്യാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് ചൈതന്യ മഹാപ്രഭുവിടെ ചോദിച്ചത്. അപ്പൊ ഈ രീതിയിൽ ഇവരെ സ്ലോലി അതായത് ഭഗവാന്റെ അസ്തിത്വത്തെ പറ്റി, അജിന്ത ശക്തിയെ പറ്റിയും കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഇന്നത്തെ ശ്ലോകത്തിലൂടെ അദ്ദേഹം ഇത് അവലംബിക്കുന്നു. ഇത് നമ്മൾ ഈ രീതിയിൽ മനസ്സിലാകുമ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഭഗവാന്റെ ശക്തികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഭഗവാന്റെ തൃതീയ ശക്തികളാണ്. 3 ശക്തികളാണ് ഭഗവാനുള്ളത്. അതായത് വിഷ്ണു ശക്തി, പരാശക്തി. രണ്ടാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ സാഞ്ചന്യ ശക്തി, ശ്രേഷ്ഠ ശക്തി. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തിയായിട്ടുള്ള ജീവജാലങ്ങൾ, അതായത് മനുഷ്യരെ പോലുള്ള ആൾക്കാർ. മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്ന അധമശക്തി, അത് എന്ന് പറഞ്ഞതാണ്, അതായത് എക്സ്റ്റേണൽ എനർജി, അത് ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഭൗതിക ലോക സൃഷ്ടിയാണ്. അപ്പോൾ 3 ശക്തി നമ്മൾ മനസ്സിലാക്കി. ഇത് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിവോഷണൽ സർവീസും അതിൻ്റെ റിലേറ്റഡ് ആൾ പാരപേർണിയാണ്. ഇതെല്ലാം പരാശക്തിയാണ്. അതാണ് വിഷ്ണു ശക്തി, പരാശക്തി. അതിനുശേഷം രണ്ടാമത്തത് ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തിയാണ് അപരേയം ഇതസ്തന്യ പ്രകൃതിയും വിധിയും വരാം. ഇത് പ്രകൃതിയാണ് ഏറ്റവും അധമശക്തി, പിന്നെ പ്രകൃതി അധിഷ്ഠത. അത് നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ 4 ശ്ലോകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്ത് ഇത് ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ കൺവെൻഷൻ ഉണ്ടാകും. അപ്പം ഭഗവാന്റെ പരാശക്തി, അതിനുശേഷം ശ്രേഷ്ഠ ശക്തി, അതാണ് സാഞ്ചന്യ ശക്തി എന്ന് പറയും. തടസ്സ ശക്തി എന്ന് പറയുന്നത് മാർജിനൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അന്തരംഗ ഇന്റേണൽ പൊട്ടൻസി, മാർജിനൽ പൊട്ടൻസി, എക്സ്റ്റേണൽ പൊട്ടൻസി, ഈ 3 പൊട്ടൻസികളാണ് പ്രവർത്തിക്കുന്നത്. അത് പരമപുരുഷനാണ്. അപ്പൊ ചാഞ്ചന്യ ശക്തി എന്ന് പറയുന്നതാണ് ഇന്റേണൽ പൊട്ടൻസി. അത് സെൽഫ് പൊട്ടൻസിയാണ്. അതാണ് നമ്മൾ ബ്രഹ്മസംഹിതയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ അതാണ് പറയുന്നത്. ചിന്താമണി പ്രകര സത്നശു കൽപ്പവൃക്ഷ രക്ഷാവരേഷു സുരഭി അഭിപാലയന്തം ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷൻ സമഹം പ്രജ. ഭഗവാന്റെ ഈ ചാന്തന്യ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ പൊട്ടൻസി എന്ന് പറയുന്നത്, അതാണ് ശരിക്കുമുള്ള യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. അതാണ് ആത്മീയ ലോകം നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ആ ത്രിപാദ ശക്തിയെ പറ്റി പറഞ്ഞിരുന്നു. അതിനുശേഷം ആണ് ഭഗവാൻ ഈ തൻ്റെ ശ്രേഷ്ഠ ശക്തിയെ സൃഷ്ടിച്ചത്. ശ്രേഷ്ഠ ശക്തിയാണ് ജീവജാലങ്ങൾ, ലിവിങ് എൻറ്റിറ്റീസ്. അതിലെ ഏറ്റവും ഉത്കൃഷ്ട ക്രീച്ചറാണ് ഹ്യൂമൻ ബീയിങ്. ബാക്കിയുള്ള അതിന് താഴെ നിൽക്കുന്നവരുടെ എല്ലാം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഫുൾ ഫ്ലെഡ്ജിലല്ല. മനുഷ്യന്റെ തൊട്ടു താഴെ നിൽക്കുന്ന മൃഗങ്ങൾ, അവർക്ക്
ആ കോൺഷ്യസ്നെസ് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ മനുഷ്യന് അവരുടെ കോൺഷ്യസ്നെസ് ഫുള്ളി ഡെവലപ്ഡ് ആണ്. അതുകൊണ്ടാണ് മനുഷ്യനെ എന്താണ് വിവേകമുള്ള മൃഗം എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് എ റാഷണൽ അനിമൽ എന്ന് പറയുന്നതിന്റെ കാരണം നമ്മളും അനിമലാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണ്? റാഷണൽ അനിമൽ, വിവേകമുള്ള മനുഷ്യൻ, മൃഗമാണ് നമ്മൾ. കാരണം എന്താണ് വിവേകം എന്ന് പറയുന്നതിന്റെ കാരണം? കാര്യങ്ങൾ കണ്ട് അത് വിവേചനം ചെയ്ത് അല്ലെങ്കിൽ മനനം ചെയ്ത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എമംഗ് ആൾ ലിവിങ് എൻറ്റിറ്റീസ്, എല്ലാ ജീവജാലങ്ങളിൽ വെച്ചും ഫുൾ ഫ്ലെഡ്ജ് കോൺഷ്യസ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തി എന്ന് പറയുന്നത്. ആ ശ്രേഷ്ഠ ശക്തി നിൽക്കുന്നത് എവിടാണ്? മിഡിലാണ്. നമുക്ക് മുകളിൽ അധ്യാത്മിക ലോകമുണ്ട്, ഉപരിലോകം, അത് കഴിഞ്ഞ് അധ്യാത്മിക ലോകം. നമുക്ക് താഴെ ഈ അതല, വിതല, സുതല, സ്ഥല, രസതല, തലാതല, പാതാളം, അങ്ങനെയുള്ള അധോലോകങ്ങളാണ്. അപ്പൊ നമ്മള് ഹ്യൂമൻ ബീയിങ്സിന്, അതായത് മനുഷ്യന്, അതായത് നമുക്ക് ഭഗവാൻ തരുന്ന ഏറ്റവും എന്താണ് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അവസരമാണ് ഏത്? ഹ്യൂമൻ ബീയിങ് എന്ന്, മനുഷ്യജന്മം. കാരണം അത് വളരെ ദുർലഭം മനുഷ്യജന്മം, വളരെ ദുർലഭമാണ് മനുഷ്യജന്മം. മാത്രമല്ല എന്താണ്? ക്ഷണപങ്കുരം, ഇത് വളരെ ക്ഷണികമാണ്. കലിയുഗത്തിൽ 100 വർഷം മാത്രമേ ഉള്ളൂ അതിന്റെ സമയം. അപ്പൊ 100 വർഷം എന്ന് പറയുന്ന എല്ലാവർക്കും 100 വർഷം കിട്ടണമെന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് എന്തും സംഭവിക്കാം. അപ്പൊ അതാണ് ദുർലഭം മനുഷ്യജന്മം, ക്ഷണപങ്കുരം, അത് ക്ഷണപങ്കുരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യജന്മത്തിൽ എന്താണ് സത്രാഹിതം ദുർലഭമന്യ, അതിനേക്കാൾ ദുർലഭമാണ് ഇത് വൈകുണ്ഠ പ്രിയദർശനം. അതുപോലെ ഭഗവാന്റെയും ഭക്തന്മാരെയും ഭഗവാനെയും ദർശിക്കാനുള്ള അവസരം കിട്ടുന്ന അതിനേക്കാൾ ദുർലഭം. അതാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യജന്മത്തിൽ ഇത് എല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ഭഗവാനെ മനസ്സിലാക്കാനും നമ്മളും ഭഗവാനായിട്ടുള്ള റിലേഷൻ മനസ്സിലാക്കാനും അങ്ങനെ ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ മനുഷ്യജന്മത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു എന്താണ്, ഒരു ഗ്ലോറിയസ് ഓഫറാണ്. അപ്പൊ അത് നമ്മൾ ഈ പ്രോപ്പറായ രീതിയിൽ അത് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എഗെയിൻ എന്താണ്, നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതാ പ്രഭാത എപ്പോഴും ഗോയിങ് ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് പറയും. എവിടുന്ന് നമ്മൾ തിരിച്ചു വന്നോ അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ അത് ഒരു ഗുരുവിന്റെ ഗൈഡൻസ് പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അചിന്ത ശക്തി എന്താണ്, തടസ്സ ശക്തി എന്താണ്, അധമശക്തി എന്താണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ എതിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ അത് സാധ്യമാകും. അതാണ് പ്രഭുപാദ അന്തർദേശീയ കൃഷ്ണബോധ സമിതിയുടെ സ്ഥാപക ആചാര്യനായിട്ടുള്ള പ്രഭുപാദ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ 16 മാല ജപിക്കുക, അതുപോലെ തന്നെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. മാത്രമല്ല നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം എന്നുള്ള മഹാഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ച് ഭഗവാന്റെ ഈ അചിന്ത ശക്തിയെ പറ്റി മനസ്സിലാക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി മനസ്സിലാക്കുക, ഭഗവാനും ജീവജാലങ്ങളും ആയിട്ടുള്ള ബന്ധം മനസ്സിലാക്കി ആ ഒരു രീതി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാം ഈ ജന്മത്തിൽ തന്നെ എന്ന് പ്രഭുപാദ് പറയുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ചൈതന്യ മഹാപ്രഭു ഈ മായാവാദ സന്യാസികളെ കൺവിൻസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഭഗവാന്റെ ഒരു
സൃഷ്ടിയായിട്ടൊരു ശക്തിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ശക്തിയിൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അതാണ് വളരെ വളരെ വെരി വെരി ഇന്റലിജന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചൈതന്യ മഹാപ്രഭു ഈ പ്രകാശാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ഈ മായവാദി സന്യാസികളോട് ചോദിച്ചു. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ശക്തി ഒന്നുകൂടെ പറയാമോ? അന്തരംഗ, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി, അതാണ് ഭഗവാന്റെ ശക്തികളും. വിഷ്ണു ശക്തി, പരാശക്തി. വിഷ്ണു ശക്തി, പരാശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഭഗവാനും ഡിവോഷണൽ സർവീസ്, അതുപോലെ ഡിവോഷണൽ സർവീസ് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ആ പാരഫേർണിയ മൊത്തം, അതുപോലെ തന്നെ നമ്മൾ നാമജപം, ഇതെല്ലാം പരാശക്തിയിൽ വരുന്നു. അപ്പൊ ഈ വിഷ്ണു ശക്തി, പരാശക്തി, അതാണ് അതിന്റെ ഹൈറാർക്കി എന്ന് പറയുന്നതാണ്. ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിവോഷണൽ സർവീസും അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാരഫേർണിയ, അതെല്ലാം പരാശക്തിയിൽ വരുന്നു. അതിനുശേഷമാണ് ഭഗവാൻ എന്താണ് തന്റെ ശ്രേഷ്ഠ ശക്തിയാണ് ജീവജാലങ്ങൾ എന്ന്. ആദ്യത്തെ സൃഷ്ടിയാണ് ഇത് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനിൽ നിന്നാണ് അദ്ദേഹം ബാക്കിയുള്ള സൃഷ്ടികളൊക്കെ ചെയ്തത്. അപ്പം അതാണ് തടസ്സശക്തി അല്ലെങ്കിൽ സാഞ്ചന്യ ശക്തി എന്ന് പറയുന്നത്. കാരണം ബ്രഹ്മദേവന് നമ്മളെല്ലാം ആരാധിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം നിരന്തരം ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന, ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് നാരദമുനിയെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, അവരെയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരെല്ലാം ഈ ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തിയിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ അത് ഡെവലപ്പ് ചെയ്ത്, ഈശ്വര ഗുണങ്ങൾ ഡെവലപ്പ് ചെയ്ത് ആ അചിന്ത ശക്തിയിലേക്ക് ഉയർന്ന വ്യക്തികളായതുകൊണ്ടാണ് അവരൊക്കെ ആദരണീയനായിട്ടുള്ളത്. അതാണ് ഗുരുപരമ്പര എന്ന് പറയുന്നത്. ഈ ശക്തിയുടെ ശക്തിത്വം മനസ്സിലാക്കി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത് ഭഗവത് സേവനം ചെയ്ത വ്യക്തികളാണ് ഇവരെല്ലാം ഗുരുപരമ്പര എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് പറഞ്ഞത് അതാണ് ഇവര് ശരിക്കും നമ്മൾ പറയും റൈപ്പ് ആൻഡ് ഫ്രൂട്ട് എന്ന് പ്രൂവ് എപ്പോഴും പറയും. ഒരു മാമ്പഴം തന്നെ ശരിക്കുള്ള അതിന്റെ ടേസ്റ്റ് ഇതിലാണ്. ആ മാമ്പഴം താഴെ വീഴാതെ മാവിൽ നിന്ന് തന്നെ നമ്മൾ അടർത്തി അല്ലെങ്കിൽ പറിച്ച് നമ്മൾ താഴെ കൊണ്ടുവന്നത് ഭക്ഷിക്കുമ്പോഴാണ് ശരിക്കും എന്താണ് നമ്മൾ പറഞ്ഞ നേച്ചറായിട്ടുള്ള ഒരു ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഈ ഗുരുപരമ്പരയിൽ കൂടി വരുന്ന ആ ജ്ഞാനമാണ് ശരിക്കും നേച്ചറായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മായവാദി സന്യാസികൾ അങ്ങനെയുള്ള വ്യക്തികളുടെ മാനസിക സങ്കല്പങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല. ഭഗവാൻ എന്ത് പറഞ്ഞു അതാണ് യഥാർത്ഥ സത്യം. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം ഭഗവത് പ്രതിഷ്ഠ, അതായത് ഭഗവാന്റെ എന്താണ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ശാസ്ത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഇന്നും സ്ഥായിയായിട്ട് നിലനിർത്തുന്നത്. ഈ മായവാദികൾ പറയുന്നത് അവരുടെ മാനസിക സങ്കല്പങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതിന് ശാസ്ത്രമായിട്ട് യാതൊരു താത്വികമായിട്ടുള്ള യാതൊരു റിലേഷനും ഇല്ല. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു ഇത് ഖണ്ഡിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതിന് എവിടെ ശാസ്ത്രത്തിൽ അതിന്റെ തെളിവ് എന്താണ്? മറിച്ച് അദ്ദേഹം പറയുകയാണ് ഭഗവാന്റെ ഒരു സൃഷ്ടിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ സൃഷ്ടിയെ സൃഷ്ടിച്ച ഭഗവാനെ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അതൊരു വളരെ ലോജിക്കായിട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഈ പ്രധാനമായിട്ട് ഇത് അറിയേണ്ടത് എന്താണ് സാഞ്ചന്യ ശക്തി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭഗവാന്റെ 3 തൃതീയ ശക്തി അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രോമിനന്റ് ഉള്ളതാണ് വിഷ്ണു ശക്തി, പരാശക്തി. അതിനെയാണ് നമ്മൾ സാഞ്ചന്യ ശക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള ജീവജാലങ്ങൾ, ഇത് ശ്രേഷ്ഠ ശക്തി. പിന്നെ മൂന്നാമത്തെ ശക്തിയാണ് ഭിന്ന പ്രകൃതി അധിഷ്ഠത.
അത് എൻ്റെ ഭിന്ന പ്രകൃതിയാണ്. അതായത് ഭൗതിക പ്രകൃതി ഭഗവാന്റെ ഭിന്ന പ്രകൃതിയാണ്. അപ്പൊ നേരത്തെ അതിന്റെ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. അതായത് പാലെന്ന് പറയുന്ന ഏറ്റവും വെൽ ബാലൻസ്ഡ് ഫുഡാണ്. പക്ഷെ അതിൽ നമ്മൾ ടാമറിൻ, ആ പുളി അതുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തി കുറഞ്ഞ ഒരു ഉൽപ്പന്നമാണ് വരുന്നത്. അതാണ് തൈര് എന്ന് പറയുന്നത്. തൈര് ഒരിക്കലും പാലല്ല. അപ്പൊ പാല് അതാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. അത് ഈ ടാമറിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് കേട് ഉണ്ടാകുന്നത്. പക്ഷെ പാലല്ല കേട്, അതിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞ ഒരു ഉൽപ്പന്നമാണ് അത്. അതിൽ നമ്മൾ വീണ്ടും വാട്ടർ ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതില്ലേ ഇത് മോരെന്നൊക്കെ പറയുന്നത്, അപ്പൊ അത് അതിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രൈസ് നോക്കിയാലും ഒക്കെ നമുക്കത് മനസ്സിലാകും. എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനാണ് ഏറ്റവും പരമശക്തി. അദ്ദേഹത്തിന്റെ ഒരു മാർജിനൽ എനർജിയാണ്, അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ശ്രേഷ്ഠ ശക്തി ഭഗവാന്റെ ലിവിങ് എനർജി. അപ്പൊ അത് ഈ സത്യം മനസ്സിലാക്കി അദ്ദേഹത്തെ സേവിക്കുന്നവർക്ക് ഈ ശക്തിയും കാണാൻ നോക്കും. ആചാര്യന്മാരെ നോക്കും, ഋഷിവര്യന്മാര്, യോഗീസ്, ഇവരെല്ലാം എന്ന് പറഞ്ഞ ഈ ശക്തി മനസ്സിലാക്കി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും സേവിച്ച് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്കും ആ ശക്തിയുണ്ട്. പ്രഭുപാദയുടെ ശക്തി നോക്കും. പ്രഭുപാദ എലോൺ, അതായത് ഒറ്റയ്ക്കാണ് അമേരിക്കയിൽ പോയി ഈ കൃഷ്ണാബോധം കൊടുക്കുന്നത്. അതെന്താണ്? ഭഗവാന്റെ ശക്തിയുള്ളതും അദ്ദേഹത്തിന്റെ പ്രഭുപാദയുടെ ലീലകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. പ്രഭുപാദ ടോട്ടലി ഭഗവാന് ശരണാഗതി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ 33 ദിവസം അദ്ദേഹം ഭഗവാന്റെ അതിനോട് അത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫുള്ളി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്താണ്. അവസാനം എന്താണ് പറഞ്ഞത്? ഐ ആം എ പപ്പറ്റ് ഇൻ യുവർ ഹാൻഡ്. അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമാണ് ഞാൻ. അങ്ങ് എന്ത് പറയുന്നു ഞാൻ അതുപോലെ ചെയ്യാം. തുള്ളാൻ പറഞ്ഞാൽ ഞാൻ തുള്ളാം, ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടാം, എന്ത് വേണോ അങ്ങ് എന്ത് ഉദ്ദേശിക്കുന്നു അതുപോലെ ഞാൻ പറയും. അത്രയ്ക്ക് ടോട്ടലി സറണ്ടർ ചെയ്യുന്നതായിരുന്നു പ്രഭുപാദ. അപ്പൊ അതേ പ്രഭുപാദ അവിടെ ചെന്ന് എന്താണ് 108 അമ്പലങ്ങൾ സ്ഥാപിച്ചു. ഇസ്കോൺ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം 108 അമ്പലങ്ങൾ സ്ഥാപിച്ചു. ഇത് 2 സ്വർണ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ട് ആകെ $33 പോയ വ്യക്തിയാണ്. ആ വ്യക്തി തിരിച്ചു വന്നപ്പോൾ അടുത്ത 11 വർഷം കൊണ്ട് അദ്ദേഹം 108 അമ്പലങ്ങളും ഈ പറഞ്ഞിട്ടുള്ള എത്രയോ ഈ എന്താണ് മറ്റുള്ള സംഘടനകളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചതെന്ന് തിരിച്ചു വന്നത്. അപ്പൊ അതാണ് ഭഗവാന്റെ ആ മാർജിനൽ, ഭഗവാന്റെ ശക്തിയുടെ ഒരു ശക്തി നമ്മളിലുമുണ്ട്. ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ സേവിക്കുമ്പോൾ ആ ശക്തി കൂടി വരും. അതാണ് നമ്മൾ ആചാര്യന്മാരെ കാണുന്നത്, ഗുരുക്കന്മാരെ കാണുന്നത്. അവരുടെ ജീവിതം നോക്ക്, അവർ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലുള്ള ആൾക്കാരാണ്. ഈവൻ അവരുടെ എന്താണ് വസ്ത്രങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ. പക്ഷെ അവർ ഒന്ന് പറയുന്നിടത്തും അവർ പറയുന്ന ഭഗവാനെ പറ്റി പറയുന്നതും ഒക്കെ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും. കാരണം എന്താ? കാരണം ഭഗവാന്റെ ശക്തിയാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ആചാര്യന്മാര് പ്രഭുപാദൊക്കെ അമേരിക്കയിൽ പോയി യാതൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാം അത് ഉൾക്കൊണ്ട് അവർക്കത് ഫീൽ ചെയ്തു. അതാണ് സാഞ്ചന്യ ശക്തി, അല്ലെങ്കിൽ മാർജിനൽ എനർജി എന്ന് പറയുന്നത്. ഭഗവാന്റെ ശക്തിയുടെ ഒരു ശക്തി, അതിൻ്റെ ഒരു അംശം നമ്മളിലുമുണ്ട്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. അതാണ് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ എന്താണ് ഈ സാഞ്ചന്യ ശക്തി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാനെ പോലെ തന്നെ പ്രസിദ്ധരാകുന്നത്. ഇപ്പൊ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ തന്നെ ഗുരുവായൂരപ്പൻ പറ്റി പറയുന്നവർ, പൂന്താനത്തെ പറ്റി പറയാത്ത ആരെങ്കിലും ഉണ്ട്? ഗുരുരാമനെ പറ്റി പറയാത്ത ആരെങ്കിലും ഉണ്ട്? മഞ്ജുളയെ പറ്റി പറയാത്ത ആരെങ്കിലും ഉണ്ട്? എന്തുകൊണ്ടാണ്? അവരെല്ലാം ഭഗവാനെ കൺവിൻസ് ചെയ്ത ആൾക്കാരാണ്.
അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അസ്തിത്വം മനസ്സിലാക്കിയവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ തീർത്ഥയശസ്സം പുണ്യ ശ്ലോക യശസ്സ. അതുകൊണ്ടാണ് ഭഗവാനെ പോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെയും ആരാധിക്കുമ്പോഴാണ് ഭഗവാന് കൂടുതൽ സന്തോഷം ഉണ്ടാവുക. അത് കപിലമുനി സ്വന്തം ദേവഹൂതിയോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗുരുപൂജ ചെയ്യുന്നത്. എന്തിനാണ്? ഭഗവാൻ വളരെ സന്തോഷമാണ്. കാരണം ഭഗവാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്റെ പ്രതിനിധിയിൽ കൂടി ഭഗവാൻ ചെയ്യിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാരെ, അതാണ് വൈകുണ്ഠ പ്രിയ ദർശൻ. ഈ മനുഷ്യജന്മത്തിൽ ഈ സാഞ്ചന്യ ശക്തി പറഞ്ഞു തരാനുള്ള നമ്മുടെ ഗുരുക്കന്മാരെ ഒക്കെ നമ്മള് കാണാനുള്ള അവസരം കിട്ടുന്നത് തന്നെ മനുഷ്യജന്മത്തെക്കാൾ ദുഷ്കരമാണ്. അത് ചൈതന്യ നമുക്ക് വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാണ്ട പ്രമിനെ കോന ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദ് ഭക്തി ലത ബീജ. അതാണ് ചൈതന്യ നമുക്ക് പ്രത്യേക ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഭൗതിക ലോകത്തിൽ എത്രയോ ജീവാത്മാക്കൾ ഇങ്ങനെ അടഞ്ഞു നടക്കും. ബ്രഹ്മാണ്ട പ്രമിനെ കോന ഭാഗ്യവാൻ ജീവൻ. പക്ഷേ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ എന്താണ് ഗുരുകൃഷ്ണ പ്രസാദം, ഗുരുവിന്റെയും ഭഗവാന്റെയും ആ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എന്താണ് ഭക്തി ലത ബീജം. അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ഭക്തി, അല്ലെ അജിന്ത ശക്തിയെ മനസ്സിലാക്കാനും അത് സേവിക്കാനുള്ള അവസരം കിട്ടും. അതാ ഭാഗ്യവാൻ ജീവ, ഫോർച്ചുനേറ്റ് സോൾ. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ മനുഷ്യജന്മം കിട്ടുന്നത് ദുർലഭമാണ്. അതിനേക്കാൾ ദുർലഭമാണ് ഭഗവാന്റെ പ്രിയഭക്തന്മാരെ കാണാനും അവരുടെ അനുഗ്രഹം കിട്ടാനുള്ളത് അതിനേക്കാൾ ദുഷ്കരമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഗുരുവും ഭഗവാനുമുള്ള റിലേഷൻ, അതുപോലെ ഗുരു ആരാണെന്നാണ്. അത് നമ്മളുടെ രാവിലത്തെ ഭക്തി വിനോദത്താൽപ്പര്യ നമ്മൾ മംഗളാരത്തിൽ പറയുന്നത്. സക്തചരിത്രേന സമസ്ത ശസ്ത്രി യുദ്ധസദാഹ ഭയേവ ഹിന്ദു പ്രഭോയ പ്രിയ ഏവസ്യ വന്ദേ ഗുരുത്തി ശരണാഗത. അവസാനത്തെ രണ്ട് ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതായത് ഗുരു എന്ന് പറയുന്നത് ഒരു മീഡിയേറ്ററാണ്, മെന്ററാണ്. നമ്മൾ ചെയ്യുന്ന ഡിവോഷൻ സർവീസ് ഭഗവാനിലേക്ക് എത്തിക്കുക, ഭഗവാന്റെ കാരുണ്യം ഗുരുവിൽ കൂടി നമ്മളെപ്പോലുള്ള ബദ്ധാത്മകളിൽ എത്തിക്കുക. അതാണ് സക്സസ്. ജസ്റ്റ് കെപ്രിസം, ദാറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് മീഡിയേറ്റർ. അതാണ് ഒരു ഗുരുവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നതാണ്. യശ്ചപ്രസാദേ ഭഗവത് പ്രസാദ, യശ്ചപ്രസാദ നകിന്ദു തോന്നി തായാം ത്രിസന്ധ്യ വന്ദേ ഗുരു ശരണാഗത. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അതാണ് യശ്ചപ്രസാദോ ഭഗവത് പ്രസാദ. ഒരു ഗുരു പ്രസാദിക്കുകയാണെങ്കിൽ, അദ്ദേഹം തന്റെ ശിഷ്യനിന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനാകുകയാണെങ്കിൽ ഭഗവത് പ്രസാദവും ഭഗവാന്റെ പ്രസാദം ഉണ്ടാകും. ഗുരു നമ്മുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനല്ലെങ്കിൽ യശ്ചപ്രസാദ നക കിന്തു തോന്നി, ഭഗവാന്റെയും കാരുണ്യം നമുക്കില്ല. ഇതൊക്കെയാണ് നമ്മൾ അജിന്ത ശക്തിയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ സമയം പാഴാക്കുക അല്ല എന്നാണ് നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഈ സന്യാസിവരന്മാരെ ഉപദേശിക്കുന്ന ഈ ശ്ലോകത്തിൽ. അതാണ് നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അത് വളരെ ലളിതമായിട്ടാണ് സാധാരണ വ്യക്തികൾ പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ചൈതന്യ മഹാപ്രഭു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസദേവനും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ് ജന്മാദി അസ്യത. ആ വേദാന്ത സൂത്രം തുടങ്ങുന്നതിന് അങ്ങനെയാണ്. അതായത് ജന്മാദി അസ്യ യതോ സ്വയാത് ഇതര സച്ചാപ്തേഷു അഭിജ്ഞസ്വരാ
എല്ലാ കാരണങ്ങൾക്കും ആദരണീയനും അതീന്ദ്രിയ സത്യവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിക്കുന്നു. സാക്ഷാൽ വ്യാസദേവൻ, അദ്ദേഹത്തിന്റെ തന്നെ അവതാരം, വിശ്വതി അവതാരമാണ് വ്യാസദേവൻ. അപ്പൊ അദ്ദേഹം തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? പരമദിവസം അജിന്റെ ശക്തിയെ ഞാൻ പ്രണമിക്കുന്നു, പരമദിവസം ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഭഗവാൻ പോലും ഭഗവാന്റെ അവതാരമായിട്ടുള്ള വ്യാസദേവൻ പോലും പരമദിവ്യോത്തമ കൃഷ്ണനെ വണങ്ങിക്കൊണ്ടാണ് തന്റെ സൂത്രം തുടങ്ങുന്നത് തന്നെ. വൈദിക സൂത്രം തുടങ്ങുന്നത് തന്നെ അങ്ങനെ. അപ്പൊ അതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഈ മായവാദ സിദ്ധാന്തം, അപ്പൊ അതെന്ന് പറയുന്നത് അത് തന്നെ എന്താണ്? ഭഗവാനെ തന്നെ നമ്മൾ നിന്ദിക്കുന്നതിന് തുല്യമില്ല. അപ്പൊ ആ രീതിയിലാണ് ഈ ആ കോൺവെർസേഷൻ വരുന്നത്. കാരണം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടമുള്ളത്. അത് നിങ്ങൾക്ക് 7ാമത്തെ പ്രഭാതത്തിനകത്ത് ഒരു സൗകര്യത്തിൽ ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്, 7.26. അതിൽ പറയുന്നത് എന്താണ്? വേദാഹം സമതീതാനി വർത്തമാനീച്ച അർജുന ഭവിഷ്യാനീച്ച ഭൂതാനി മാന്തു വേദാന. അത് പറഞ്ഞിരിക്കുന്നത് വേദാഹം സമതീതാനി, ഭഗവാന് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറിയാം. വേദാഹം സമതീതാനി വർത്തമാനീച്ച അർജുന, ഇപ്പം ചെയ്യുന്നതും അറിയാം, നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു അതും ഭഗവാൻ അറിയാം. ഭവിഷ്യാനീച്ച ഭൂതാനി, നമ്മുടെ ഭവിഷ്യം എന്താണെന്നും ഭഗവാൻ അറിയാം, അത് ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. ഭൂതാനി, നമ്മൾ കഴിഞ്ഞ ജന്മത്തിലും എന്ത് ചെയ്തു അതും ഭഗവാൻ അറിയാം. അതാണ് ഭഗവാനെ സ്വരാട്, ഭഗവാനെ അങ്ങനെ വ്യാസദേവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? നമ്മൾ ഭഗവാന്റെ ആ അജിത്ത ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണു ശക്തി, പരാശക്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഭഗവാനെ പറ്റി നമുക്ക് ആ സ്ട്രോങ് കൺവിൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ മിസ്ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെയുള്ള മായവാദ ഇതിലേക്ക് നമ്മൾ ആരും ഇൻവോൾവ് ആക്കി ആ രീതിയിലേക്ക് ചൈതന്യമാക്കൂ പറയാം. നമുക്കറിയാം. കാരണം എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ എല്ലാം പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ അറിയാമെന്ന് പറയുന്നത്? നിങ്ങൾ മഹാഭാരതം നോക്കും, ഇങ്ങനത്തെ കഥകളിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കും. അതായത് ദുര്യോധനും ഭീഷ്മനുമായിട്ടുള്ള യുദ്ധം നടക്കാൻ എത്രയോ നാളെ യുദ്ധം ചെയ്തു. പക്ഷെ ഫലം കണ്ടോ? പക്ഷെ അവസാനം എന്താണ്? ഭീഷ്മദേവൻ ഭഗവാനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? ദയനീയമായിട്ട് നോക്കുകയാണ്. ഇത്രയും നാളും ഇത്രയും ശക്തിമാനായിട്ടുള്ള ഭീഷ്മദേവൻ അവസാനം ദയനീയമായിട്ട് ഭഗവാനെ നോക്കുകയാണ്. എന്താണ് ഇത്? ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ് കാരണം? അപ്പൊ ഭഗവാൻ എന്താണ് കാട്ടിയത്? തെറ്റിലെടുത്തിട്ട് എന്താണ് തന്റെ തുടക്കി ഇങ്ങനെ തട്ടിക്കാണിച്ചു. അപ്പോഴാണ് ഭീമന് കാര്യം മനസ്സിലാക്കുന്നത്. ഭീമൻ എന്ത് ചെയ്തു? തന്റെ കൈ ഇരുന്ന ഗത കൊണ്ട് ആ തുടക്കടിച്ചപ്പോൾ ദുര്യോധനൻ മരിച്ചു. ഇത്രയും നാൾ യുദ്ധം ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അതേ ദുര്യോധനെ ഭഗവാന്റെ ഒരു കടാക്ഷത്താൽ, കാരുണ്യത്താൽ കാര്യം ഗ്രഹിച്ച് ഭീഷ്മൻ അത് ചെയ്തപ്പോൾ മരിച്ചു. കാരണം എന്താണ്? ഭഗവാൻ അറിയാം എന്താണ് ദുര്യോധന്റെ വീക്ക്നെസ് എവിടാണെന്ന് ഭഗവാൻ അറിയാം. കാരണം എന്താണ്? സ്വന്തം അമ്മ ഗാന്ധാരി മക്കളെ അനുഗ്രഹിക്കാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കുളിച്ച് നഗ്നരായിട്ട് വരണം, നിങ്ങളെ ഞാൻ ആശീർവദിക്കാം. അപ്പൊ എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? അമ്മയുടെ കിട്ടുന്നത് ഇവരെല്ലാം വസ്ത്രങ്ങൾ ധരിക്കുന്നു, കുളിച്ച് കഴിഞ്ഞ് ഇവരെല്ലാം സാരി ഒക്കെ എടുക്കാൻ ചെയ്യുന്നു. അപ്പൊ അത്രയും സ്ഥലത്ത് എന്താണ് ഗാന്ധാരിയുടെ കടാക്ഷം ഉണ്ടായത്. അപ്പൊ ആ സ്ഥലത്ത് മാത്രമേ ഇവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അര മുതൽ താഴെ മുട്ടുവരെയുള്ള സ്ഥലത്ത് അവിടെ മറച്ചിരുന്നു. അതുകൊണ്ട് അവിടെ അമ്മയുടെ കാരുണ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യം കിട്ടിയില്ല. ഇത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് തെറ്റിലെടുത്തത് തോടയിൽ ഇങ്ങനെ അടിച്ചു കാണിച്ചു. അത് ഭീമന് മനസ്സിലായി. ഭീമൻ അത് ഉടൻ തന്നെ അത് പ്രവർത്തിച്ചു. ദുര്യോധനൻ
അദ്ദേഹം മരിച്ചു. അത് ജരാസന്ധന്റെ കാര്യം അതിൽ നോക്കി, അത് അർജുനനുമായിട്ട് എത്രയോ നാൾ അവർ ചിന്തിച്ചു. ജരാസന്ധനെ കീഴടക്കാൻ പറ്റിയോ? ഇല്ല. അവിടെ അർജുനനും ഭഗവാന്റെ അവസാനം ഭഗവാനെ നോക്കിയപ്പോൾ എന്താണ്, വെറ്റിലെടുത്ത് രണ്ടായിട്ട് കീറി കാണിച്ചു, എന്നിട്ട് തിരിച്ചു വെച്ചു. കീറിയിട്ട് എന്ത് ചെയ്തു? അത് തിരിച്ചു വെച്ചു. അപ്പൊ അങ്ങനെ ജരാസന്ധന്റെ കാല് പിളർന്നിട്ട് അത് പിണച്ചു വെച്ചപ്പോഴാണ് അദ്ദേഹവും മരിച്ചത്. അപ്പൊ അതിന്റെ കാര്യം എന്താണ്? ആ കാര്യവും ഭഗവാൻ അറിയും. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തിനാ മഹാഭാരതത്തിൽ പറയുന്നത്? കാരണം വേദാന്തം സമതീതായം. ഭഗവാൻ അറിയാം എവിടെയാണ് നമ്മുടെ വീട്ടിൽ. നമുക്ക് നമ്മുടെ പ്രസന്റും അതുപോലെ തന്നെ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഭഗവാൻ അറിയാം. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തെന്നും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുന്നെന്നും അടുത്ത ജന്മത്തിന് എന്താകാൻ പോകുന്നു ഒക്കെ ഭഗവാൻ അറിയാം. പക്ഷെ എന്താണ്, മാന്തൂ വേദന കഷ്ടം. പക്ഷെ ഭഗവാനെ ആരും ശരിക്കറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ മായാവാദികൾ ചെയ്യുന്ന കാര്യം. അവർക്ക് ഭഗവാനെ യഥാർത്ഥത്തിൽ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവര് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭുവിടെ പറയുന്നത്. നമുക്കിപ്പം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പൊ തുടർന്നുള്ള ശ്ലോകത്തിൽ 128 പറയുന്നത്, പ്രണവാസേ മഹാവാക്യ വേദേര നിദാന ഈശ്വര സ്വരൂപ പ്രണവ സർവ വിശ്വധാമ. അതായത് വൈദിക ശബ്ദ പ്രകമ്പനമായ ഓംകാര വൈദിക ശാസ്ത്രങ്ങളിലെ മുഖ്യപദവും വേദമന്ത്രങ്ങളുടെ അടിസ്ഥാന തത്വമാകുന്നു. ആയതിനാൽ ഓംകാരത്തെ വിശ്വവിസ്താരത്തിന്റെ സംഭരണിയായും പരമദിവ്യത്വ പുരുഷന്റെ ശബ്ദ പ്രതിനിധാനമായും സ്വീകരിക്കേണ്ടതാണ്. അപ്പം മന്ത്രത്തെ, അതായത് ഓംകാര മന്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ചൈതന്യ മഹാപ്രഭു പിന്നെ അടുത്ത് പറയുന്നത് ശബ്ദ ശക്തിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് പ്രണവസേ മഹാവാക്യ വേദേര നിദാനം. വേദങ്ങൾ അനുസരിച്ച് പ്രണവ മന്ത്രം, അതാണ് മഹാവാക്യം എന്ന് പറയുന്നത്. ഈശ്വര സ്വരൂപ പ്രണവ സർവ വിശ്വധാമം. ഇത് ഈശ്വരനെ എന്താണ്, ഈശ്വര സ്വരൂപത്തെ പ്രണവിക്കുന്ന മന്ത്രമാണ്. അത് സർവ വിശ്വധാമം. അതാണ് വിശ്വോത്തരമായിട്ടുള്ള ഏത് ധാമം എന്ന് പറയുന്നത്. മന്ത്രം എന്ന് പറയുന്നത് അതാണ് മന്ത്രം. ഓംകാരം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഓം. അപ്പൊ നമ്മൾ ഒരാളെ ജനറലായിട്ട് നമ്മളൊരു പറയുന്ന ജനറ്റിക്കാണ് ഏത് മിസ്റ്റർ എന്ന് പറയും. ആ മിസ്റ്റർ ചേർത്ത് നമുക്ക് ആരുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പൊ അതുപോലെ ഓം എന്ന് പറഞ്ഞാൽ അതും എന്താണ്, നമ്മൾ ഭഗവാനെ അഡ്രസ് ചെയ്യാനുള്ള ശബ്ദ നിദാനമാണ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഓംകാര, ഓം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രം നമ്മൾ അടിസ്ഥാന തത്വമാകുന്നത് ഓം എന്നുള്ളത്. നമ്മളെല്ലായിടും അമ്പലങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഓം. അത് അടിസ്ഥാനമാണ്. ഓം വാസുദേവായ നമഃ, ഓം മഹാദേവായ നമഃ, ഓം ഗണപതിയെ നമഃ, ഓം നരസിംഹായ നമഃ. നമുക്ക് ആ ഓം ചേർത്ത് ഏത് ദേവന്മാരെയും കണക്ട് ചെയ്യും. ഏതുപോലെ നമ്മൾ മിസ്റ്റർ ചേർത്ത് ഈ ജനറ്റിക് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് പോലെ ഓം എന്ന് പറഞ്ഞാൽ അത് കാരണം അത് പ്രണവ മന്ത്രമാണ്, അല്ലെ മൂലമന്ത്രമാണ്. കാരണം നോക്ക്, നമ്മൾ ഓം വാസുദേവായ നമഃ ഇത് നാരദ മുനി ധ്രുവമഹാരാജന് പറഞ്ഞു കൊടുക്കാം. ദശ മന്ത്രം, ദശരാശ മന്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ 2, ദശ എന്ന് പറഞ്ഞ 10. അത് കൂട്ടിക്കഴിഞ്ഞാൽ 12 അക്ഷരമാലകൾ അടങ്ങി. ഇത് സത്യയുഗത്തിൽ ധ്രുവ മഹാരാജന് നാരദ മുനി കൊടുത്ത മന്ത്രമാണ്. ആ കുട്ടി അത് അടിസ്ഥാന തത്വമായി സ്വീകരിച്ച് അത് ചൊല്ലി. ഓം വാസുദേവായ നമഃ, ഓം വാസുദേവായ. 6 മാസം അത് വനത്തിൽ പോയിരുന്നുകൊണ്ട് ചൊല്ലി
6 മാസമായപ്പോൾ ഭഗവാനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതാണ് അടിസ്ഥാനമായിട്ടുള്ള തത്വമാണ്. അത് നാരദമുനിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സത്യം അന്തയും ഹൃദയനൈവ ഭഗവാൻ മന്ത്രമൂർത്തി. അവിടെ നാരദമുനി പറഞ്ഞു കൊടുത്തത് എന്താണ്? ഭഗവാൻ മന്ത്രമൂർത്തിയാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ പൂജിക്കുമ്പോൾ മന്ത്രം ചൊല്ലി വേണം ഭഗവാനെ നമ്മൾ പൂജിക്കാൻ, അല്ലെ ഭഗവാനെ സേവിക്കാൻ. അതാണ് അടിസ്ഥാന തത്വം. അപ്പൊ കുട്ടി 6 മാസം വനത്തിൽ പോയിരുന്നത് 6 മാസം ചൊല്ലി ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ ചൊല്ലി 6 മാസം കൊണ്ട് ഓരോ വൃന്ദാവനത്തിന് ഭഗവാൻ വനത്തിൽ വന്ന കുട്ടിരത്നം. അതുകൊണ്ടാണിത് അടിസ്ഥാന തത്വമന്ത്രമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഹരിയുഗത്തിലും ഏതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരി ഇതി സോഷ്ടതകം നാമിനം കലികൽമ. അതുകൊണ്ടാണ് കലിയുഗത്തിൽ നമുക്ക് ഈ 16 അക്ഷരമാർഗം ഈ പറഞ്ഞ പ്രത്യേക എടുത്തു ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഇതി സോഷ്ടതകം നാം ഈ 16 അക്ഷരമാർഗം തന്നിരിക്കുന്നത് കലികൽമസമാണ്. അതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഇതാര് ചൊല്ലുന്നു അവരെ കലിയുടെ യാതൊരു സ്വഭാവം അവർക്കുണ്ടാകും. അതാണ് അതിന്റെ അടിസ്ഥാന തത്വം. കാരണം അത് ഡയറക്റ്റ് ഭഗവാനുമായിട്ട് ലിംഗാണ്. അതാണ് നാരദമുനി വ്യാസദേവന് 1-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? ഇതി മൂർത്തി അഭിധ്യാനേന മന്ത്രമൂർത്തി അമൂർത്തികം യജ്ഞപുരുഷം ശാശ്വത ദർശനം കുമാർ. വ്യാസദേവനോട് നാരദമുനി പറയാ എന്താണ്? കലിയുഗത്തിൽ ഭഗവാനെ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ ഇതി മൂർത്തി അഭിധ്യാനേന മന്ത്രമൂർത്തി അമൂർത്തിക, മന്ത്രമൂർത്തിയുമായിട്ടുള്ള അമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഭഗവാന്റെ ശബ്ദ സ്പന്ദനത്തിൽ കൂടി മാത്രമേ സാധ്യമാകൂ എന്നാണ് പറയുന്നത്. ഈ മൂർത്തി അഭിധ്യാന മന്ത്രമൂർത്തി അമൂർത്തികം യജ്ഞപുരുഷൻ ശാശ്വത ദർശനം കുമാർ. ഇപ്പൊ കലിയുഗത്തിൽ മന്ത്രമൂർത്തിയായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് ഏത്? ഭഗവാന്റെ നാമം ചൊല്ലി അതീന്ദ്രിയ സ്പന്ദനം നമ്മൾ ശ്രവിക്കുന്നത് വഴിയാണ് ശരിക്കുള്ള ധ്യാനം അല്ലെങ്കിൽ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നാരദമുനി വ്യാസദേവനോട് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം തന്റെ സ്വന്തം അനുഭവം തന്നെ വ്യാസദേവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അദ്ദേഹം ഭഗവാന് ഇത് ഈ രീതിയിൽ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ്? ആദമ്മേ ജ്ഞാനം ഐശ്വര്യം ശാശ്വത ദർശനം കുമാൻ. എന്നിട്ട് അദ്ദേഹം സ്വന്തം അനുഭവം പറയാം. എന്താണ്? ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോഴെന്താണ്? ആദ്യം ആദമ്മേ ഫസ്റ്റ് ഓഫ് ആൾ എന്താണ്? ഐ ഗോട്ട് ദ നോളജ്. ഭഗവാനെ പറ്റിയുള്ള ഈ അതിന്റെ ജ്ഞാനം എനിക്ക് കിട്ടി. ആദമ്മേ ജ്ഞാനം ഐശ്വര്യം. പിന്നെ അത് കഴിഞ്ഞ് ഭഗവാന്റെ ഓപ്പുലൻസ്. നാരദമുനി ദേവർഷിയായി വെറും ഒരു എന്താണ് മെയ്ഡ് സർവന്റ് മത്സ്യമായിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെ? ആദ്യം ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം കിട്ടിയതിന്. രണ്ടാമത് ഐശ്വര്യം, സ്പിരിച്വൽ ഓപ്പുലൻസ്, സ്പിരിച്വൽ നോളജ്, സ്പിരിച്വൽ ഓപ്പുലൻസ്, ശാശ്വത ദർശനം പോവാൻ. അൾട്ടിമേറ്റ് അവസാനം ചെയ്ത് ഭഗവാനെ നേരിട്ട് കാണുന്നു. അതാണ് ഈ അജിന്ത ശക്തിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് അജിന്ത ശക്തി എന്താണെന്ന് മനസ്സിലാക്കി സാധിക്കും. നമുക്കറിയാം നാരദമുനി നോക്ക് ഭഗവാന്റെ നാമം ഏറ്റവും കൂടുതൽ ചൊല്ലിയ വ്യക്തിയാണ് നാരദമുനി. അപ്പൊ അതുകൊണ്ട് നോക്കൂ, ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നോക്ക് ഇത്രയും സത്യമാണ്. കാരണം ഭഗവാൻ അതുകൊണ്ട് നാരദമുനിയുടെ എപ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലി നടക്കുന്ന നാരദമുനിയിൽ പ്രസാദിതനായ ഭഗവാൻ ലിംഗപുരാണത്തിൽ പറഞ്ഞ എന്താണ്? ബ്രഹ്മദത്തം ഇമം വീണം.
ഭഗവാൻ തന്റെ ഭക്തനായിട്ടുള്ള നാരദൻ നിരന്തരം ഭഗവാൻ നമുക്കറിയാം ഓം നമോ നാരായണ എന്നുള്ള വാക്യത്തെ അറിയാം നാരദന് വരിക എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അദ്ദേഹം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാദം. ഒന്ന് ഭഗവാന്റെ നാമം ചെല്ലാനും ഭഗവാൻ നിവേദിച്ച പ്രസാദം കഴിക്കാനും ഹരികഥ പറയാനും. കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാരദ മുനി നാട്ടിൽ തുറക്കുന്നത്. അപ്പൊ അത്രയും എന്താണ് ഡെഡിക്കേറ്റഡ് ആണ് ഭഗവാന്റെ നാമത്തിൽ. ഇത്രയും നാമരുചി കണ്ടെത്തിയ ഒരു ആചാര്യനെ നമുക്ക് വേറെ കാണാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്താണ് അങ്ങനെയുള്ള ഭക്തനിൽ പ്രസാദിച്ച് ഭഗവാൻ സന്തുഷ്ടനാണ്. നാരദമുനിയുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? ദേവദത്തം നിമമ്യം. ലിംഗപുരാണത്തിൽ പറയുന്നു ദേവൻ, അതായത് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് വീണ എന്ന് പറഞ്ഞ ട്രാൻസ്ഡെന്റൽ ഇൻസ്ട്രുമെന്റ് സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാൻ സമ്മാനിച്ച ഗിഫ്റ്റാണ് ഏത് നാരദമുനിക്ക് വീണ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ഇപ്പോഴും ക്യാരി ചെയ്ത് നടക്കുന്നത്. അപ്പൊ അത് കിട്ടിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? സ്വരബ്രഹ്മ വിഭൂഷിതം. നമ്മളിപ്പോ കേൾക്കുന്ന ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന എന്താണ്? സ രി ഗ മ. ആ സപ്തസ്വരങ്ങളൊക്കെ ആദ്യം തന്റെ അതാണ് സ്വരബ്രഹ്മ വിഭൂഷിതം. ഭഗവാൻ കൊടുത്ത ആ വീണയിൽ ആദ്യം ആ സ്തുതി നീട്ടിയത് ആരാണ്? നാരദമുനിയാണ്. നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന ആ സപ്തസ്വരങ്ങൾ നാരായണന്റെ ഒറിജിനൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നാരദമുനിയാണ്. കാരണം അതിനുശേഷം അദ്ദേഹം ബ്രഹ്മശ്രുതിയോടുകൂടി ഭഗവാന്റെ നാമം ചൊല്ലാൻ തുടങ്ങി. അപ്പൊ നമ്മൾ കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ മൃദംഗവും കരത്തലയും ഇതൊക്കെ വെച്ച് നമ്മൾ ചൊല്ലുമ്പോഴും ഭഗവാൻ എത്രയോ ഇഷ്ടമാണ്. സാധാരണ നമ്മൾ കീർത്തനം ചെയ്യുന്നത് വാദ്യ ഉപകരണങ്ങളോട് ചെല്ലുമ്പോഴും ഭഗവാൻ എത്രമാത്രം ആസ്വദിക്കുന്നുള്ള ലക്ഷണമില്ല. ഇതൊക്കെയാണ് അചിന്ത ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കീർത്തനം ചെയ്യുമ്പോൾ കൂട്ടായിട്ട് കീർത്തനം ചെയ്യുന്നത്. അതാണ് ഭഗവാൻ ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടുന്നത്. തസ്മാ സങ്കീർത്തനം വിഷ്ണുർ സർവമംഗള ഹംവസം. അങ്ങനെയുള്ള ഭഗവാൻ വിഷ്ണുവിന്റെ നാമം നമ്മൾ ചെല്ലുമ്പോഴാണ് എന്താണ് സർവമംഗള ഹംവസം. അവിടെ എവിടെ ഭഗവാൻ വിഷ്ണുവിന്റെ നാമം ചൊല്ലുന്നു, ഭഗവാൻ കൃഷ്ണന്റെ നാമം ചൊല്ലുന്നു, സർവമംഗള ഹംവസം. അവിടെ എല്ലാ മംഗളകരമായ കാര്യങ്ങൾ. കാരണം ഭഗവാനാണ് മംഗളകരമായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞ ഭഗവാനാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ നമ്മൾ അവിടെ എല്ലാ മംഗളകര ഓൾ ഓസ്പിഷ്യസ് തിങ് ഹാപ്പൻ അവിടെ സംഭവിക്കും. മാത്രമല്ല ഇത് സുഖദേവ ഗോസ്വാമി മഹാരാജ് പരിശുദ്ധനോട് പറഞ്ഞെടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ചൊല്ലിയാൽ പോരാ, എന്താണ് മഹതം ഇതി കൗരവ്യ. നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ, മറ്റുള്ളവർക്ക് പിന്നെ മഹത്വത്തെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ എല്ലാവരും ആദ്യം നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വരുന്നവരുടെ എല്ലാം ഭഗവാന്റെ നാമം ചെല്ലാൻ പറയുന്നില്ല. അവർക്ക് ആദ്യം മംഗളകരമായിട്ടുള്ള മനസ്സ്, മംഗളകരമായ ഓസ്പീഷ്യസ് അത് വരാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ നാമം ചൊല്ലി അവർക്ക് പരിശുദ്ധരാകാനും പവിത്രീകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ മന്ത്രം. അതാണ് ഓം എന്നുള്ളത്. ഇതിനകത്ത് അതാണ് ഈ ഓംകാര മന്ത്രത്തിനെ പറ്റിയാണ് ഇതിനെ മഹാപ്രഭു പറയുന്നത്. ഇതാണ് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഭഗവാനെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ വെറുതെ പേര് വിളിക്കുന്നതും അയാളെ നമ്മൾ മിസ്റ്റർ ചേർത്തല്ലേ എന്താണ് അങ്ങന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ബഹുമാന സൂചകമായിട്ട് വിളിക്കുന്നത് ഏതാണ് നല്ലത്? അപ്പൊ അതിനെപ്പറ്റിയാണ് ചൈതന്യ മഹാപ്രഭു ഈ മായാവാദി സന്യാസികളോട് പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഓംകാരം ഭഗവാന്റെ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ഓം അദ്ദേഹത്തെ റെസ്പെക്ടോടുകൂടി സംബോധന ചെയ്യുക. അദ്ദേഹത്തിന്റെ നാമം, ശബ്ദം, അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. എന്താ ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേദാഹം സമതീതാണ് വർത്തമാന അതിനകത്ത് പറയുന്നത് പിതാമഹസ്യ ജഗതോ ദാതാ മാതാ പിതാമഹ വേദ്യമന്ത്ര ഓംകാരം ഋഗ് സാമ എവിരേവ. അവിടെ പറയുന്നുണ്ട് എന്താണ്? പിതാമഹസ്യ ജഗതോ
ഈ ലോകത്തിന്റെ എന്റെ പിതാവും മാതാവുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ മാത്രമല്ല, എന്താണ് വേദ്യമന്ത്രം, പ്രണവമന്ത്രം അല്ലെങ്കിൽ വേദ്യമന്ത്ര ഓങ്കാരം അവിടെയും പറയുന്നുണ്ട്. ഈ വേദ്യമന്ത്രമായിട്ടുള്ള വേദത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഓം, അത് ഭഗവാനാണ്. ഓം ശരിക്കും ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണൻ വിഷ്ണുവിനെയാണ് സംബോധന ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല ഋക്ക് വേദ്യമന്ത്ര ഓങ്കാരം, ഋക്ക് സാമ എവിരേവിച്ച, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അങ്ങനെയുള്ള 4 വേദങ്ങളും ഏതാണ് ഭഗവാനാണ് ഇതിന്റെ കൃത്യാർത്ഥം. നമുക്ക് ഓങ്കാര മന്ത്രവും സംബോധന ചെയ്താൽ അത് ഭഗവാനെയാണ് അഡ്രസ് ചെയ്യുന്നതാണ് പറയുന്നത്. വേദങ്ങൾ എന്ന് പറയുന്നത് വാസുദേവ പരജ്ഞാന, വാസുദേവ പരം ക്രിയ, വാസുദേവ പരം യോഗ, വാസുദേവ പരം തപ, വാസുദേവ പരം ധർമ്മ, വാസുദേവ പരാംഗവി. ഈ രീതിയിലാണ് വേദങ്ങൾ പറയുന്നത്. നിങ്ങൾ 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പോയി കഴിഞ്ഞാൽ സുതഗോസ്വാമി നൈമിശാരണ്യത്തിലുള്ള വ്യക്തികളോട് പറഞ്ഞു കൊടുക്കുന്നു. വേദം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അത് 15-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? സർവസ്യ ശാഖം കൃതി സന്നിവിഷ്ടോ മത്താ സ്മൃതി ജ്ഞാനം അപോഹനം വേദ വേദേ ദേഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിവേദ. എല്ലാ ചരാചരങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ സന്നിഷ്ഠനാണ്. എന്നിൽ നിന്നാണ് ഇതാണ് മത്ത സ്മൃതി ജ്ഞാനം അപോഹനം. എന്നിൽ നിന്ന് റിമംബറൻസ് ഉണ്ടാകുന്നു. ഫ്രം മീ റിമംബറൻസ് ഈസ് കമ്മിങ്, ഫ്രം മീ നോളജ് ഈസ് കമ്മിങ്. മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച ഫ്രം മീ ഫോർഗെറ്റ്ഫുൾനെസ് ആൾസോ കമ്മിങ്. അപ്പൊ എന്നിൽ നിന്നാണ് എല്ലാ ചരാചരുടെയും ഹൃദയത്തിൽ ഞാൻ സന്നിഷ്ഠനാണ്. മാത്രമല്ല എന്നിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്, എന്നിൽ നിന്നാണ് ഓർമ്മ ഉണ്ടാകുന്നത്, എന്നിൽ നിന്നാണ് മറവിയും ഉണ്ടാകുന്നത്. ഇതൊക്കെ ആര് ഏത് ഉദ്ദേശിക്കുന്നോ അതനുസരിച്ചാണ് കിട്ടുന്നത്. അതാണ് ഈ മായവാദി ഫിലോസഫികൾ. അവർക്ക് എന്താ സംഭവിക്കുന്നത് തുടർന്നുള്ള സ്വാമി നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഭഗവാന്റെ ശക്തി മനസ്സിലാക്കാതെ തങ്ങളുടെ മാനസികമായിട്ട് സങ്കല്പങ്ങൾക്കനുസരിച്ച് അതിനെ ദുർചിന്തനം ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും തുടർന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ ഇതിനകത്ത് അതാണ് ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മനുസ്മര യപ്രയാതി സ്വജന്തേഹം യാതി പരാങ്കതി. അതായത് ഓംകാരം അഥവാ പ്രണവം പരമതി പുരുഷന് നേരിട്ടുള്ള പ്രതിനിധാനമാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. അതിനാൽ മരണവേളയിൽ ഓംകാരം സ്മരിക്കുന്നവൻ പരമദിവ്യത്വം പുരുഷനെ സ്മരിക്കുകയാകയാൽ ഉടൻ തന്നെ ആത്മീയലോകത്തിലേക്ക് മാറ്റപ്പെടും. അതാണ് ഒരാൾ എന്താണ് ഭഗവാനെ സ്മരിക്കുകയാണ്. ആ നിമിഷം ഭഗവത് സന്നിധിയിൽ അല്ലെങ്കിൽ ആത്മീയ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് പറയുന്നത്. ഇത് തന്നെ 8-ാമത്തെ അധ്യായം പരമപദപ്രാപ്തി ഭഗവത്ഗീതയിലെ 8-ാമത്തെ അധ്യായത്തിൽ 5-6 ശ്ലോകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. യം യം യാവി സ്മരൺ ഭാവം. നിങ്ങൾ ഏത് ഭാവത്തെയാണ് എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് ഭാവഭാവിത, അതാണ് നിങ്ങളുടെ അടുത്ത ലൈഫ് എന്ന് പറയുന്നത്. നമുക്കിത് തന്നെ വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീത പറയും. യം യം യാവി സ്മരൺ ഭാവം സ്വജന്തി അന്ത കലേവര. നിങ്ങളുടെ ശരീരം ത്യജിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? അതിന്റെ ഉദാഹരണമാണ് ഏത് ജഡഭരതന്റെ കഥ. മരണവേളയിൽ അതെന്താണ്? മാനിനെ പറ്റിയാണ് ചിന്തിച്ചത്. എന്റെ മാനിന് എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ലൈഫ്. അദ്ദേഹം മാനായിട്ട് ജനിച്ചു. പറഞ്ഞ ശരിയല്ലേ? അതാണ് ഭഗവാന്റെ അചിന്ത ശക്തി. മരണസമയത്ത് നിങ്ങൾ ആരെപ്പറ്റി ചിന്തിക്കുന്നു, ആരെപ്പറ്റി മനസ്സിൽ വിചാരിക്കുന്നു, അതാണ് നിങ്ങളുടെ അടുത്ത ലൈഫ്.
ശരിയല്ലേ? ഇതിനെക്കാട്ടിലും എന്ത് പ്രൂഫാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ? മാത്രമല്ല എന്താണ് അടുത്ത അന്ധകാലേറ്റ സ്മരമുക്ത. അന്ധകാലേറ്റ, നിങ്ങൾ അവസാന നിമിഷം എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ അടുത്ത ലൈഫ്. 2 ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ അതിന്റെ കഥയാണ് ജഡഭരതന്മാരാകുന്നത്. ഒരു ബ്രേക്ക്, ഒരു നിമിഷം അദ്ദേഹം എല്ലാം ചെയ്തു ജീവിതത്തിൽ, പക്ഷെ അവസാനം എന്താണ് മാനിനെ പറ്റി ഓർത്തു. ഒരു ഇടവേളയായിട്ട് ഒരു മാനിന്റെ ലൈഫ് കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജഡഭരതനായിട്ട് ജന്മം കിട്ടി. ആ ഷോർട്ട് ഒരു ഇന്റർവെല്. അത് കാരണം എന്താണ്? ഈ ഓംകാരം, ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അടിസ്ഥാന തത്വം ഒരു നിമിഷം മറന്നു. അതിനൊരു ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തിന് മാന്റെ ജന്മം. കുറച്ച് സമയം, മാനൊക്കെ കുറച്ച് നാളല്ലേ ജീവിച്ചു. അപ്പൊ ആ മാന്റെ ജന്മത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും, അങ്ങനെ അടുത്ത ജന്മത്തിലോ, അടുത്ത ജഡഭരതനായിട്ട് ജനിച്ചപ്പോഴോ അദ്ദേഹം ഭഗവാൻ സദാസമയം ഭഗവാന്റെ നാമം ജപിക്കണം. ഭ്രാന്തന്റെ കൂട്ടം അഭിനയിച്ച് എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണം. കാരണം ആ മിസ്റ്റേക്ക് ഇനി ഉണ്ടാകരുതെന്നുള്ളത്. അപ്പൊ അതാണ് ഭഗവാന്റെ എന്താണ് ശബ്ദ ശക്തിയുടെ. അതുകൊണ്ടാണ് രാവിലെയൊക്കെ നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ, ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുമ്പോൾ എന്താണ് അതിന്റെ ആ ഭഗവാന്റെ ആ ശബ്ദത്തിന്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വേറെ ഒരു ശക്തിക്ക് ഒന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെല്ലണം എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷവും നമുക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണം എന്ന് പറയുന്ന ഭഗവാന്റെ ശബ്ദത്തിന്റെ ശക്തി, അതാണ് നമ്മുടെ അതേ യഥാരൂപത്തിൽ ഉള്ളിലേക്ക് കയറുന്നത്. അതാണ് നാമം നമ്മൾ രാവിലെ ചൊല്ലുമ്പോൾ ഭഗവാന്റെ ശബ്ദത്തിന്റെ ശക്തി പൂർണ്ണമായിട്ടും നമുക്ക് ആവാഹിക്കും. പക്ഷെ അത് സമയം കൂടുന്നതനുസരിച്ച് നമ്മൾ കുറെ കഴിഞ്ഞങ്ങോട്ട് ചൊല്ലി കഴിഞ്ഞാലോ അതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരും. അതാണ് അതിന്റെ ശക്തി. ഇതൊക്കെയാണ് അജിന്റെ ശക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിൽ ഇതിനെ മഹാപ്രഭു ഇവരെ കൺവിൻസ് ചെയ്യാൻ. അപ്പൊ ഈ മായാവാദി സിദ്ധാന്തങ്ങൾ, അതായത് നമ്മൾ ഭഗവാനെ നമ്മൾ ശബ്ദരൂപത്തിൽ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ രീതിയിലുള്ള ഈ എന്താണ് നമ്മൾ ഇതൊരു അപരാധമാണ്. ഭഗവാനോട് ചെയ്യുന്ന ഒരു അപരാധമാണ് ആക്ച്വലി ഈ മായാവാദം എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ആചാര്യന്മാരും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഗുരുക്കന്മാരും ഇത് പറയുന്നു. ഇത് പറയുന്ന ആരാണ്? കുറെ ഈ പറഞ്ഞിട്ടുള്ള ഈ മായാവാദി സന്യാസികളാണ് ഇത് പറയുന്നത്. വേറെ ആരും ഇത് പറയുന്നു. കാരണം അതിന് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം ഭജഗോവിന്ദ, അതേ ശങ്കരാചാര്യ തന്നെ ഭജഗോവിന്ദ എഴുതി. അദ്ദേഹം ഇത് എന്തിനാണ് പറഞ്ഞത്? അതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ മായാവാദ സിദ്ധാന്തം അല്ലെ വേദങ്ങളിൽ വിശ്വസിക്കുന്നതൊക്കെ ഒരു ഷോർട്ട് പീരീഡ്, അതായത് ഈ അഹിംസ സിദ്ധാന്തം അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ മഹാദേവനോട് പറഞ്ഞത് ഇത് പോയി നീ പ്രചരിപ്പിക്കാൻ മായാവാദം. കാരണം അതിന്റെ ഉദാഹരണം എന്താണ്? നിങ്ങൾ ഭജഗോവിന്ദത്തിൽ നോക്കും, അതേ ശങ്കരാചാര്യ പറയുന്നത് നോക്കും, 2 ശ്ലോകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്? ഗേയം ഗീതാ നാമസഹസ്രം ഗേയം ശ്രീപതിരൂപമത് നേയം സജ്ജന സംഗേ ചിത്തം ദേനം ദീന വിനായകി. അതേ ശങ്കരാചാര്യ പറയുന്നു ഗേയം ഗീത നാമസഹസ്രം, ഗീത വായിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക. ഇതേ ശങ്കരാചാര്യ ഭജഗോവിന്ദത്തിൽ പറയുന്നു.
അദ്ദേഹത്തിന് അറിയാം പരമദൈവത്വം, ഭഗവാൻ പരമദൈവത്വം, കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ നാമത്തിന്റെ ശക്തിയൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ കേട്ടാൽ മതി. അതിനകത്ത് അതുപോലെ സജ്ജന സംഖ്യ ചിത്തം, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുക. ദേനം ദീനവിനായ ഭഗവാൻ സാധം അത് ഇല്ലാത്തവർക്ക് കൊടുക്കും. ദേനം ദീനവിനായ, ദീനരായിട്ടുള്ളവർക്ക് ദാനം കൊടുക്കുക. അതുകൊണ്ടാണ് കൃഷ്ണ കൊടുക്കുക, എല്ലാവർക്കും പ്രസാദം കൊടുക്കും. അത് ഭഗവാന്റെ അനുകമ്പയാണ്, അനുഗ്രഹമാണ്. മഹാപ്രസാദേ സർവദുഃഖാന മാനീരോപരായ പ്രസന്ന പതനാഹേഷു ബുദ്ധി പരിപതിഷ്ഠ. അതാണ് ഭഗവാൻ നിവേദിച്ച പ്രസാദം. പ്രസാദം ഇസ് നത്തിങ് ബട്ട് ദി ബ്ലെസ്സിങ് ഓഫ് ദി ലോർഡ്. അതാണ് പ്രസാദം എന്ന് പറയുന്നത്. ആ പ്രസാദം നമ്മൾ കഴിച്ചാൽ എന്താണ്? പ്രസാദേ സർവദുഃഖാന, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറും. പ്രസന്ന വദനാഹി, നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറുമ്പോൾ മനസ്സ് സന്തോഷമാകും. ആ മനസ്സ് സന്തോഷമാകും, മുഖത്തിൽ അതിന്റെ പ്രതിബിംബം ഉണ്ടാവും. പ്രസന്ന വദനാഹേഷു, അങ്ങനെയുള്ള ഒരാളുടെ മുഖത്ത് അവർ പ്രസന്നരായി. ബുദ്ധി പരിപതിഷ്ഠത, അങ്ങനെ ഭഗവാന്റെ ശക്തിയെ പറ്റി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അങ്ങനെ ഉണ്ടാകും. അചിന്ത ശക്തി എന്താണെന്ന്, ഭഗവാൻ ആരാണെന്ന്, നമ്മളാരാണ്, ഭക്തനാരാണ്, ഗുരു ആരാണ്, മന്ത്രം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് പ്രബോധനകത്ത് പറയുന്നത്. അടുത്ത ശ്ലോകത്ത് ഇതിനകത്ത് പോവാതെ ഈ കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നത് ഒരു ശ്ലോകം എടുത്തിട്ട് അത് പറയുകയാണ്. അതായത് ആ കാരണോച്ചതേ കൃഷ്ണ സർവലോകേക നായക, ഊ കാരണ ഉച്ചതേ രാധ മ കരോ ജീവ വാച. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഓ ഇ മ, ആ ഓ മ എന്നീ അക്ഷരങ്ങളുടെ സംയോഗമാണ് ഓംകാര. ഓംകാരത്തിന്റെ അതിന്റെ സിലബിള് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ആ ഉ മ, ഈ മൂന്ന് അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ഓംകാരം, ഓം എന്നുള്ള അർത്ഥം. ഈ അക്ഷരം അതുപോലെ തന്നെ ആ കാരം സർവജീവസത്തുക്കളുടെയും ആത്മീയവും ഭൗതികവും സമസ്ത പ്രപഞ്ചങ്ങളുടെയും നായകനായ സർവ ലോകൈക നായക, അത് ഭഗവാൻ കൃഷ്ണനെയാണ്, വിഷ്ണുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. അതാണ് ഓം എന്നുള്ള നമ്മൾ ഈ പറയുന്നത്. ഓം നമ്മൾ പറയത്തില്ല, അത് ഭഗവാൻ വിഷ്ണുവിനെ അല്ലെ കൃഷ്ണനെയാണ് സംബോധന ചെയ്യുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഊകാരം, ഊകാരം എന്ന് പറയുന്നത് അത് ഭഗവാന്റെ നിത്യദാസനായിട്ടുള്ള, അതായത് പറഞ്ഞാൽ രാധാറാണിയെ, രണ്ടാമത്തെ ഇത് രാധാറാണിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ ഹരേ എന്ന് പറഞ്ഞ രാധാറാണി അന്തരംഗ ശക്തിയാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഭഗവാനും ശക്തിമാന്മാരും കൃഷ്ണനും ബലരാമനും ഒക്കെ പിന്നാണ് പറയുന്നത്. അതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമ. ഭഗവാന്റെ അചിന്ത ശക്തിയാണ് ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഹരേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓംകാരം അതിലും പറയുന്നത് അത് ആദ്യം ഭഗവാനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിനുശേഷം രാധാറാണിയെ. ഇത് ഇതൊക്കെ അടിസ്ഥാന തത്വമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ചൈതന്യ മഹാപ്രഭു ഇവരോട് പറയുന്നത്. മായവാസന്യത്തിൽ പറയുകയാണ്, നിങ്ങളിത് ഇതിന്റെ അടിസ്ഥാന തത്വം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ഇതിനെ ഇങ്ങനെയുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ പിന്മാറണമെന്ന് പറയും. അവരെ കൺവിൻസ് ചെയ്യാം, വളരെ ലളിതമായിട്ട് ഈ താത്വികമായിട്ട് അവരെ കൺവിൻസ് ചെയ്യാം. ശ്ലോകം 129. സർവാശയ ഈശ്വരീര പ്രണവ ഉദ്ദേശ തത്വമസ്തി വാക്യഹയ വേദേര ഏകദേശം. പിന്നെ പറയണം,
വിവർത്തനം. പ്രണവത്തെ എല്ലാ വൈദ്യജ്ഞാനങ്ങളുടെയും സംഭരണിയായി കാഴ്ചവെക്കുകയാണ് ഭഗവാന്റെ ഉദ്ദേശം. തത്വമസി എന്ന വൈദ്യജ്ഞാനത്തിന്റെ ഭാഗികമായ വിവരണം മാത്രം. അപ്പം പ്രണവ മന്ത്രത്തെ, അതാണ് എല്ലാ വേദങ്ങളുടെയും സംഭരണി എന്ന് പറയുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ രീതിയിൽ വീണ്ടും അവരെ സിംപ്ലിഫൈ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓം എന്നുള്ളത് അതാണ് എല്ലാ വേദങ്ങളും പറഞ്ഞാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ അത് ഞാൻ, നമ്മുടെ ഞാനും അതിന്റെ ഒരു ഭാഗമാണെന്നുള്ളത്. ശ്ലോകം 130. പ്രണവ മഹാവാക്യ സാഹാകരി ആച്ഛാദന മഹാവാക്യ കരി തത്വമസി സ്ഥാപന. പിന്നെ പറയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയാണ്, എന്താണ്? ഓംകാരമാണ് പ്രണവം, വേദങ്ങളിലെ മഹാമന്ത്രം എന്ന് പറയുന്നതാണ്. എന്നാൽ ശങ്കര അനുയായികൾ ഇതിനെ മറച്ചുകൊണ്ട് അനധികൃതമായി തത്വമസി എന്ന മന്ത്രം സ്ഥാപിച്ചു. നോക്കി, വേദസംഭരണിയാണ് ഓംകാരം, അത് മറച്ചു വെച്ചുകൊണ്ട് എന്താണ് തത്വമസി. തത്വമസി എന്ന് അതേ ഭാഗ്യ അർത്ഥം മാത്രമാണ്. അവര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഓംകാരത്തിന് മറച്ചു വെച്ചു. അപ്പൊ നോക്കാം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരപ്പോ ഒരു കൺവിൻസിങ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ ആ രീതിയിൽ മറ്റേതിന്റെ മഹത്വം കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം നമ്മുടെ സമയമായി ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണായി നമ്മൾ 130-ാമത്തെ ശ്ലോകമാണ് എടുത്തത്. അതിൽ വളരെ വ്യക്തമായിട്ട് ചൈതന്യ മഹാപ്രഭു ഈ സന്യാസീയന്മാരുടെ പറയുകയാണ്, ഓംകാരമാണ് വേദങ്ങളുടെ മഹാവാക്യം, മറിച്ച് തത്വമസി അല്ല എന്ന് സ്ഥാപിക്കാം. ഭഗവാനാണ് എല്ലാം. തത്വമസി എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു അംശം മാത്രമാണ്. അതാണ് നമ്മൾ ആ അംശത്തെ മഹാവാക്യമായിട്ട് കാണരുത്. യഥാരൂപത്തിൽ നിങ്ങൾ ശാസ്ത്രങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കും. അതാണ് ഇച്ഛാശക്തി, ക്രിയാശക്തി, എന്താണ് ബുദ്ധിശക്തി. അതാണ് നമ്മൾ രാവിലെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇച്ഛാശക്തി ഉണ്ടാകുന്നു, അതിനുശേഷം ക്രിയാശക്തി, ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നു. അതാണ് രാവിലെയൊക്കെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവർക്ക് അവർക്ക് ക്രിയേറ്റീവ് മൈൻഡാണ് ഉണ്ടാകുന്നത്. 3 കാര്യങ്ങളാണ് ഭഗവാന്റെ നാമത്തിൽ നമുക്ക് കിട്ടുന്നത്. കാരണം ശബ്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. അത് നിങ്ങൾ നാമത്തിന്റെ മഹിമ നമ്മൾ നാമാമൃതം വായിച്ചു കഴിഞ്ഞാൽ പ്രഭു അതൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഭഗവാൻ നാമത്തിന്റെ ശക്തിയെപ്പറ്റി. നാമോ യാവനീ ശക്തി, ഭഗവാൻ പറയുന്ന പാപ നിർഹരണേ ഹരി. ഭഗവാന്റെ ഈ നാമത്തിന്റെ ശക്തി അതൊന്നുകൊണ്ട് മാറാണ് നമ്മുടെ എല്ലാ പാപങ്ങളും. നാമസങ്കീർത്തനം എത്ര സർവ പാപപ്രണ. പിന്നെ പാപത്തിന് അവസാന ശ്ലോകത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ശ്ലോകത്തിൽ ഇതാണ് എടുത്ത് പറയുന്നത്. നമ്മൾ കൂട്ടായിട്ട് നാമം ചൊല്ലുമ്പോൾ നാമസങ്കീർത്തനം എത്ര സർവ പാപപ്രണ. നാമസങ്കീർത്തനം കൂട്ടായിട്ടിരുന്ന് ചൊല്ലുമ്പോൾ എല്ലാ പാപങ്ങളും നശിക്കുന്നു. പ്രണാമോ ദുഃഖശമനം, അതിന് ശേഷമാണ് ദുഃഖശമനം ഉണ്ടാകുന്നത്. സ്വനാമി ഹരിഭക്ത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഓം ഓം പ്രണവ മന്ത്രത്തിലെ അകാരം ഭഗവാനെയും ഉകാരം രാധാ, മകാരം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഉകാരം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണയാണ്. ആ ഓം ഓം എന്നാണ്. അത് 3 അക്ഷരങ്ങളാണ് അത്. അതെ അതെ. അത് ഭഗവാൻ കൃഷ്ണനെയാണ്. അതില് ഊ എന്ന് പറയുന്നത് അത് രാധാറാണിയാണ്. പറയുന്നത് അത് പ്രഭാത ഒരു ശ്ലോകം എടുത്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ കാരണോച്ചത്തെ കൃഷ്ണ സർവലോക നായക. ആ വാക്ക് പറയും നോക്ക്.
അകാരണ ഉം, ഉം, ഉം. അല്ല, കാരണ ഉച്ച അധ. ആയും ഊയും മായും ഇല്ലേ അമ്മ? ആ ആ ഉ മ അതാണ് അകാരം എന്ന് പറയുന്നത്. അത് ഭഗവാൻ കൃഷ്ണനെ റെപ്രസെന്റ് ചെയ്യുന്നു. മറ്റേത് ഉകാരം. ഉകാരം എന്ന് പറയുന്നത് രാധാറാണി. ആ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ മാ കൃഷ്ണ. എന്ന് പറയുന്നത് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഒരു വാക്കിൽ ഒരു ഓം എന്നുള്ള ഒരു വാക്കിൽ എന്തെല്ലാം ശക്തി ഉണ്ടെന്ന് ആലോചിച്ചു. മാ ആരെയാണെന്നാ പറഞ്ഞ പ്രഭുജി? മാ ജീവജാലങ്ങൾ. മാ എന്ന് പറയുന്നത് നമ്മള് ജീവജാലങ്ങൾ, കണ്ടീഷൻ സോൾ. അല്ലേ? ആ. ഭഗവാന്, രാധാറാണി, അത് കഴിഞ്ഞ് ജീവജാല. അതെ. അപ്പൊ സംശയം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹരേ കൃഷ്ണ. സംശയങ്ങളില്ലെങ്കിൽ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ചില ഗുരുദേവിക്ക്, പ്രഭുപാദയ്ക്ക്, ശ്രീ ചൈതന്യ ചരിതാമൃത ഗ്രന്ഥരാജയ്ക്ക് അനന്ത കോടി വൈഷ്ണവ ഭജനത്തെ ഗൗതമാനന്ദി. Thank you, Prabhu. Hare Krishna. Hare Krishna. Thank you, Prabhu. Hare Krishna.